ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചതുകൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പ്രയാസമാകുമോ എന്ന ഡൗട്ട് ഇനി വേണ്ട. നിങ്ങൾക്കൊപ്പമുണ്ട് ടെല്ല ക്ലാസസ്. ജോയിൻ ചെയ്യൂ ടെല്ലയുടെ മാസ്റ്റർ പ്രോഗ്രാമിൽ. നീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യൂ വെറും 40 ആഴ്ചകൾ കൊണ്ട്. ബെസ്റ്റ് സ്ട്രാറ്റജിക് ടൈം ടേബിൾ, കേരളത്തിലെ തന്നെ മികച്ച എക്സ്പീരിയൻസ് ടീച്ചർമാരുടെ ലൈവ് ക്ലാസുകൾ, NCERT സിലബസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ ക്ലാസുകൾ, റിവിഷൻ ക്ലാസുകൾ, ഡീറ്റെയിൽ സൊല്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, ഡെയിലി പ്രാക്ടീസ് സെഷനുകൾ, ലൈവ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് അടക്കം നിങ്ങളെ നീറ്റ് ചാലഞ്ച് ഈസിയായി ഫേസ് ചെയ്യാൻ തയ്യാറാക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ വെറും 12,500 രൂപയ്ക്ക്. ഉയർന്ന കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും ഇനി നിങ്ങളുടെ നീറ്റ് സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല. എൻട്രൻസ് കോച്ചിംഗ് മേഖലയിലെ സാമ്പത്തിക അസമത്വം മറികടന്നുകൊണ്ട് നീറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇനി ലേറ്റ് ആക്കണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ചാപ്റ്ററുകൾ ചെക്ക് ചെയ്തോളൂ. TELLA, we simplify learning. നമുക്ക് മോഷൻ വ്യത്യസ്തമായ ടൈപ്സിലുണ്ട്. ഇഷ്ടംപോലെ ടൈപ്പുള്ള മോഷൻസ് ഉണ്ട്. ഇത് മാത്രമല്ല, ധാരാളം ടൈപ്പുള്ള മോഷൻസ് ഉണ്ട്. പക്ഷേ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും മോഷനേ ഉള്ളൂ. ഏതൊക്കെയാണ്? റെസ്റ്റ്, യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ യൂണിഫോം മോഷൻ, യൂണിഫോം ആക്സലറേഷൻ, റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡീസിലറേഷൻ. സോ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട 4 ടൈപ്പ് മോഷൻസ് ആണിത്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അനങ്ങാതിരിക്കുകയാണ്. മോഷൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ പറയുകയാണ്, റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബോഡി അനങ്ങാതിരിക്കുകയാണ്. സോ ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ വെലോസിറ്റി 0 ആയിരിക്കും, അതിൻ്റെ സ്പീഡ് 0 ആയിരിക്കും. സോ റെസ്റ്റിലിരിക്കുന്ന ബോഡിയുടെ ആര് 0 ആണ്? വെലോസിറ്റി 0 ആണ്. പക്ഷേ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് കാണും. കണ്ടോ? ആക്സലറേഷൻ ഉണ്ടായിരിക്കും. മനസ്സിലാവുണ്ടോ? ചിലപ്പോൾ ആക്സലറേഷൻ ഉണ്ടാകാം, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകാം, പക്ഷെ ആരുണ്ടാകത്തില്ല? വെലോസിറ്റി ഉറപ്പായിട്ടും വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, സാർ അതെങ്ങനെയാണ് സാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നത്? നമുക്ക് നോക്കാം. ഗ്രാഫ് പേപ്പറിൻ്റെ ഒറിജിൻ ആണല്ലോ ഇത്. നമ്മളെല്ലാം ഒറിജിനിൽ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒറിജിനിൽ നിന്നാണ്. 5 സെൻറ്റിമീറ്റർ അകലെയാണെങ്കിൽ ഞാനൊരു പെൻസിൽ എടുത്ത് വെച്ചു. ഉണ്ടോ? ഗ്രാഫ് പേപ്പറിൻ്റെ 0യിൽ നിന്നും 5 സെൻറ്റിമീറ്റർ മാറി ഞാനൊരു പെൻസിൽ എടുത്ത് വെച്ചു. സോ ടൈം എത്രയാണ്? 0 സെക്കൻഡ്. ആ സമയത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടോ? നമ്മൾ പറയും ഉണ്ട് സാർ. എത്രയാണ്? അത് 5 സെൻറ്റിമീറ്ററാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഉണ്ടോ? ഒറിജിനിൽ നിന്നും എത്ര ദൂരം മാറി നിൽക്കുന്നത്? 5 സെൻറ്റിമീറ്റർ മാറി നിൽക്കുകയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്. സോ ബോഡി എന്തിലാണ്? സാർ അത് റെസ്റ്റിലാണ്. നിങ്ങൾ പറയും സാർ അത് ബോഡി റെസ്റ്റിലാണ്. പക്ഷേ എന്നിട്ട് എന്തുണ്ട്? കുഞ്ഞുങ്ങളെ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്. സോ റെസ്റ്റിലിരിക്കുന്ന ബോഡിക്ക് എന്തുണ്ടാവാം? ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ പറയും ശരി സാർ, സമ്മതിച്ച്, റെസ്റ്റിലിരിക്കുന്ന ബോഡിക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ ആക്സലറേഷൻ ഉണ്ടാവും. കാണിച്ചു തരാം. ഒരു കല്ലെടുത്ത് ഞാൻ മുകളിലേക്ക് എറിയാൻ പോവുകയാണ്. സോ കല്ലെന്ത് ചെയ്യും? മുകളിലോട്ട് പോവും. ഉണ്ടോ? ഒരു വെലോസിറ്റി ഉണ്ട് അതിന്. പക്ഷെ ഭൂമി എന്ത് ചെയ്യും? അതിനെ താഴേക്ക് പിടിച്ച് വലിക്കും. അപ്പോൾ സ്പീഡ് കൂടുമോ കുറയുമോ? അപ്പോൾ നിങ്ങൾ പറയും സ്പീഡ് കുറയും സാർ. കാര്യം എന്താണ്? കല്ല് മുകളിലേക്കാണ് പോണത്. സോ വെലോസിറ്റി മുകളിലേക്കായിരുന്നു. ആക്സലറേഷൻ താഴേക്കാണ്, ഭൂമി താഴേക്കാണ് പിടിച്ച് വലിക്കുന്നത്. സോ വെലോസിറ്റിയുടെ വാല്യൂ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. സോ കല്ല് മുകളിലേക്ക് പോവുകയാണ്. സ്ലോ മോഷൻ കാണിക്കാൻ പോവുകയാണ്. കല്ല് മുകളിലേക്ക് പോവുകയാണ്. വെലോസിറ്റി കുറഞ്ഞ് ഏറ്റവും മുകളിലെത്തുമ്പോൾ എന്ത് ചെയ്യും? വെലോസിറ്റി 0 ആയിരിക്കും. മനസ്സിലാവുണ്ടോ? കല്ല് ഏറ്റവും മുകളിലെത്തും വെലോസിറ്റി 0 ആണ്. വെലോസിറ്റി ഇനി ഉണ്ടായിരുന്നെങ്കിലോ 0 അല്ലായിരുന്നെങ്കിലോ അത് വീണ്ടും മുകളിലേക്ക് പോയേനെ. അങ്ങനെ പോകുന്നുണ്ടോ? ഇല്ല. സോ ഞാൻ കല്ലിനെടുത്ത് മുകളിലേക്ക് എറിഞ്ഞു. സോ അതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും? കുറഞ്ഞ് വരും. കാര്യം എന്താണ്? അതിനെ ബാക്കിലേക്ക് പിടിച്ച് വലിക്കുന്നുണ്ട്. ആരാ പിടിച്ച് വലിക്കുന്നത്? ഭൂമി പിടിച്ച് വലിക്കുന്നുണ്ട്. അങ്ങനെ ഫോഴ്സ് ബാക്കിലേക്ക് ഉണ്ടെങ്കിൽ ആക്സലറേഷൻ ബാക്കിലേക്കാണ്, താഴേക്കാണ്. അതായത് വെലോസിറ്റിയുടെ വാല്യൂ കുറഞ്ഞ് വെലോസിറ്റിയുടെ വാല്യൂ 0 എത്തും. എവിടെയാണ്? ഏറ്റവും മുകളിലെത്തുമ്പോൾ. കല്ലെന്ത് ചെയ്യും? ഒരു പരിധി വരെ മുകളിലെത്തും. അവിടെ വെലോസിറ്റി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. വെലോസിറ്റി 0 ആവുന്നെങ്കിൽ വിളിക്കുന്ന പേരെന്താണ്? റെസ്റ്റ്. സോ ബോഡി അവിടെ എന്തിലായിരിക്കും? റെസ്റ്റിലായിരിക്കും. നോക്ക്, കല്ല് മുകളിൽ പോയി, അവിടെ റെസ്റ്റിലായി, പിന്നെ താഴേക്ക് വീഴും. സോ അപ്പോഴും ഭൂമി എങ്ങോട്ടാണ് പിടിച്ച് വലിക്കുന്നത്? താഴേക്കാണ് പിടിച്ച് വലിക്കുന്നത്. കണ്ടോ? അപ്പോൾ എന്ത് ചെയ്ത് നമ്മുടെ കല്ല് ഇനി എന്ത് ചെയ്യും? താഴേക്ക് എന്ത് ചെയ്യും? സ്പീഡ് കൂടി വരും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മുകളിലേക്ക് എന്ത് ചെയ്ത്? സ്പീഡ് കുറഞ്ഞു ഏറ്റവും മുകളിൽ പോയപ്പോൾ സ്പീഡ് 0 ആയി. പിന്നെ എന്ത് ചെയ്യും? താഴേക്ക് സ്പീഡ് കൂടി വരും. കണ്ടോ? ബോഡി അവിടെ നിന്നു, പിന്നെ താഴേക്ക് പിടിച്ച് വലിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് സ്പീഡ് കൂടി വരും.
സോ ഇവിടെയാണെങ്കിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിലാണെങ്കിൽ ഉണ്ടോ, ഇവിടെയാണെങ്കിൽ കല്ലിനെടുത്ത് എറിഞ്ഞു, ഏറ്റവും മുകളിൽ പോയി. ഇവിടെയാണെങ്കിൽ ബോഡി എന്തിലായിരുന്നു? റെസ്റ്റിലായിരുന്നു. പക്ഷെ അപ്പോഴും എന്തുണ്ടായിരുന്നു? അതിന് ആക്സലറേഷൻ ഉണ്ടായിരുന്നു. സോ റെസ്റ്റിലിരിക്കുന്ന ബോഡിക്ക് എന്തുണ്ടാവാം? ആക്സലറേഷൻ ഉണ്ടാകാം. സോ റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് മാത്രമേ സീറോ ആകുകയുള്ളൂ? വെലോസിറ്റി ഉറപ്പായിട്ട് സീറോ ആയിരിക്കും. പക്ഷേ ആക്സലറേഷൻ എപ്പോഴും സീറോ ആയിരിക്കണം നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല. ആക്സലറേഷൻ ഉണ്ടാവാം ചില സമയത്ത്, ഉണ്ടോ? അപ്പോൾ ഒരു കല്ലിനെടുത്ത് മുകളിലേക്ക് എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കലി പ്രൊജക്റ്റഡ് ബോഡി വിൽ ഷോ ആക്സലറേഷൻ ഈവൻ ഇറ്റ് ഈസ് റെസ്റ്റ്. എവിടാ റെസ്റ്റ്? ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ അത് റെസ്റ്റിലായിരിക്കും. ആ സമയത്ത് കൂടി എന്ത് കാണിക്കും? അതിന് ആക്സലറേഷൻ കാണിക്കാൻ കഴിവുണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് റെസ്റ്റ് എന്ന കോൺസെപ്റ്റ്. സോ റെസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? റെസ്റ്റിൻ്റെ പ്രത്യേകത വെലോസിറ്റിയുടെ വാല്യൂ ആയിരിക്കും സീറോ. ബാക്കി ഒരു ടേം സീറോ ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ അടുത്തതാണ് യൂണിഫോം മോഷൻ അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി. സോ നമുക്ക് ചുറ്റുമുള്ള മോഷനാണ് പഠിക്കുന്നത്. ഫസ്റ്റ് മോഷൻ പറഞ്ഞു റെസ്റ്റ്, അത് കഴിഞ്ഞു. അടുത്ത മോഷനാണ് യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ യൂണിഫോം മോഷൻ. അതെന്താണ്? ഒരു ബോഡിയുടെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഒരിക്കലും മാറുന്നില്ല. ഇപ്പോൾ ഒരു ബോഡി ഉണ്ട്, ആ ബോഡി ഇങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡയറക്ഷൻ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം വെക്ടർ ക്വാണ്ടിറ്റിയാണ്. വെലോസിറ്റി അതിനകത്ത് ആരൊക്കെയുണ്ട്? അതിനകത്ത് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 5 മീറ്റർ പെർ സെക്കൻഡ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അളവ്, അതിന് വാല്യൂ ഉണ്ട്. സോ വെലോസിറ്റിക്ക് എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. അതുപോലെ എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. വെക്ടർ ക്വാണ്ടിറ്റിക്കെല്ലാം മാഗ്നിറ്റ്യൂഡും അതിൻ്റെ അളവുമുണ്ട്, ഡയറക്ഷനുമുണ്ട്. സോ ബോഡി ആണെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മാഗ്നിറ്റ്യൂഡിൻ്റെ വെലോസിറ്റിക്ക് 5 മീറ്റർ പെർ സെക്കൻഡ്. അതിന് ഡയറക്ഷനുണ്ട്. ഇത് രണ്ടും ചേഞ്ച് ചെയ്യാൻ പാടില്ല. മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യാൻ പാടില്ല, ഡയറക്ഷനും ചേഞ്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴും വെലോസിറ്റി, ആ വേഗത എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ അത്തരം മോഷനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം മോഷൻ അഥവാ യൂണിഫോം വെലോസിറ്റി. മനസ്സിലായോ? ആര് യൂണിഫോമാണ്? ആരൊരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല. യൂണിഫോം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യത്തില്ല. ആര് ചേഞ്ച് ചെയ്യത്തില്ല? വെലോസിറ്റി ചേഞ്ച് ചെയ്യത്തില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ പറയും അത്തരം മോഷനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം മോഷൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ അങ്ങനെ മോഷൻ ഉണ്ടോ? യൂണിഫോം മോഷൻ ഉണ്ടോ? ഉണ്ട് കുഞ്ഞുങ്ങളെ, ഉണ്ട്. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചതുകൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പ്രയാസമാകുമോ എന്ന ഡൗട്ട് ഇനി വേണ്ട. നിങ്ങൾക്കൊപ്പമുണ്ട് ടെല്ല ക്ലാസസ്. ജോയിൻ ചെയ്യൂ ടെല്ലയുടെ മാസ്റ്റർ പ്രോഗ്രാമിൽ. നീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യൂ വെറും 40 ആഴ്ചകൾ കൊണ്ട്. ബെസ്റ്റ് സ്ട്രാറ്റജിക് ടൈം ടേബിൾ, കേരളത്തിലെ തന്നെ മികച്ച എക്സ്പീരിയൻസ് ടീച്ചർമാരുടെ ലൈവ് ക്ലാസുകൾ, NCERT സിലബസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ ക്ലാസുകൾ, റിവിഷൻ ക്ലാസുകൾ, ഡീറ്റെയിൽ സൊല്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, ഡെയിലി പ്രാക്ടീസ് സെഷനുകൾ, ലൈവ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് അടക്കം നിങ്ങളെ നീറ്റ് ചാലഞ്ച് ഈസിയായി ഫേസ് ചെയ്യാൻ തയ്യാറാക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ വെറും 12,500 രൂപയ്ക്ക്. ഉയർന്ന കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും ഇനി നിങ്ങളുടെ നീറ്റ് സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല. എൻട്രൻസ് കോച്ചിംഗ് മേഖലയിലെ സാമ്പത്തിക അസമത്വം മറികടന്നുകൊണ്ട് നീറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇനി ലേറ്റ് ആക്കണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ചാപ്റ്ററുകൾ ചെക്ക് ചെയ്തോളൂ. TELLA, we simplify learning. ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈറ്റിൻ്റെ സ്പീഡ് എത്രയാ? നിങ്ങൾ പറയും, സാർ വാക്വത്തിലെ ലൈറ്റിൻ്റെ സ്പീഡ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിക്കും, ഇത് സ്പീഡ് ഓഫ് ലൈറ്റ് അല്ലയോ? ആണ്. അതായത് സ്പീഡ് മാറുന്നുണ്ടോ? ഇല്ല. സ്പീഡ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണോ? ആണ്. അങ്ങനെയെങ്കിൽ ലൈറ്റിൻ്റെ മോഷൻ എന്താണ്? അതാണ് കുഞ്ഞുങ്ങളെ യൂണിഫോം മോഷൻ. മനസ്സിലായോ? അപ്പോൾ ലൈറ്റിൻ്റെ മോഷൻ എന്ത് മോഷനാണ്? യൂണിഫോം മോഷനാണ്. സോ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി മൂവ് ചെയ്യുകയാണ്, അതിൻ്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡോ ഡയറക്ഷനോ ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ പറയും അത്തരം മോഷനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം മോഷൻ. ഓക്കെ, നമുക്ക് യൂണിഫോം മോഷൻ എന്താണെന്ന് മനസ്സിലായി. അങ്ങനെയെങ്കിൽ യൂണിഫോം മോഷനെ നിയന്ത്രിക്കുന്ന ഇക്വേഷൻ ഏതാണ്? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് യൂണിഫോം മോഷൻ. അതിലെ ഇക്വേഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി. യൂണിഫോം മോഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇക്വേഷൻ അല്ലാതെ മറ്റൊരു ഇക്വേഷനും യൂസ് ചെയ്യാൻ പാടില്ല. യൂണിഫോം മോഷൻ ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി. സോ
ഇവിടെ ആക്സിലറേഷൻ എല്ലാം ഉണ്ടോ? ഇല്ല. ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ വെലോസിറ്റി കൂടുന്നതാണ്. വേറെ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ ആക്സിലറേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? വെലോസിറ്റി കൂടുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ വെലോസിറ്റി കുറയുന്നുണ്ടെന്ന്. നെഗറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിൽ വെലോസിറ്റി കുറയുന്നുണ്ടെന്ന്. വെലോസിറ്റി കൂടാനും പാടില്ല, കുറയാനും പാടില്ല. എപ്പോഴും വെലോസിറ്റി വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കണം. സോ ആക്സിലറേഷൻ എന്ന ഇക്വേഷൻ വരാനും പാടില്ല. ഈ ഒരു ഒറ്റ ഇക്വേഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് യൂണിഫോം മോഷൻ എന്നും അതിൻ്റെ ഇക്വേഷൻ മനസ്സിലായോ? റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മീനിങ് വെലോസിറ്റി 0 ആണ്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി എപ്പോഴും ആ വെലോസിറ്റിക്ക് ഡയറക്ഷനും ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. ചോദിച്ചോളൂ സാർ. ഇല്ലേ? ചോദിക്കട്ടോ. ഞാനാണെങ്കിൽ ഒരു സർക്കുലാർ മോഷൻ എടുക്കാൻ പോവുകയാണ്. സർക്കുലാർ മോഷൻ, ഒരു വസ്തുവിനെ കറങ്ങാൻ പോവുകയാണ്. കണ്ടോ, ഇങ്ങനെ നടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോഡി ഇങ്ങനെ നടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക, ഒരേ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ബോഡി ഇങ്ങനെ ഒരേ സ്പീഡിൽ കടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ കറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരേ സ്പീഡിലാണ് കറങ്ങുന്നത്. അങ്ങനെയെങ്കിൽ ഇത് യൂണിഫോം മോഷൻ ആണോ? എൻ്റെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇത് യൂണിഫോം മോഷൻ ആണോ? ഒരു ബോഡി യൂണിഫോം സർക്കുലാർ മോഷൻ കറങ്ങിക്കൊണ്ടിരിക്കുക, ഒരേ സ്പീഡിൽ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഫാൻ ഒരേ സ്പീഡിൽ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫാൻ. അതെന്ത് മോഷനാണോ? യൂണിഫോം മോഷനാണോ? നമുക്ക് നോക്കാം, യൂണിഫോം മോഷനാണോ നോക്കാം. യൂണിഫോം മോഷൻ്റെ പ്രത്യേകത എന്താണ് സാർ? നിങ്ങൾ പറയും, സാർ അവിടെ യൂണിഫോം മോഷൻ വെലോസിറ്റി എന്തായിരിക്കും? എ കോൺസ്റ്റൻ്റ് ആയിരിക്കും. വെലോസിറ്റി എന്തായിരിക്കും സാർ? യൂണിഫോം മോഷൻ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ യൂണിഫോം മോഷനിൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡോ അല്ലെങ്കിൽ വെലോസിറ്റി ഡയറക്ഷനോ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇത് ഏതെങ്കിലും ചേഞ്ച് ചെയ്താൽ വെലോസിറ്റി മാറും. സോ ആരൊക്കെ മാറാൻ പാടില്ല? മാഗ്നിറ്റ്യൂഡും മാറാൻ പാടില്ല, ഡയറക്ഷനും മാറാൻ പാടില്ല. അങ്ങനെയെങ്കിൽ കറങ്ങുന്ന വസ്തുവിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഞാൻ ഒരേ സ്പീഡിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഒരേ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡിന് മാറ്റമില്ല. മാഗ്നിറ്റ്യൂഡ് എപ്പോഴും ഒരേ വേഗതയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫാൻ ഒരേ സ്പീഡിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറത്തില്ല. പക്ഷേ ആര് മാറും? ഡയറക്ഷൻ മാറും. നോക്ക്, ഫാനകത്തൊരു വെള്ളത്തുള്ളി ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചു. ഒരു വെള്ളത്തുള്ളിയാണ് ഫാൻ്റെ ലീഫിലാണെങ്കിൽ ഒരു വെള്ളത്തുള്ളി ഇരിപ്പുണ്ട്. ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളത്തുള്ളി എങ്ങോട്ട് തിരിച്ചു പോകും? ഇങ്ങോട്ട് തിരിച്ചു പോകും. ഇവിടെ ഇരിക്കുന്ന വെള്ളത്തുള്ളിയാണെങ്കിലോ അത് ഇങ്ങോട്ട് തിരിച്ചു പോകും. ഇവിടെ ഇരിക്കുന്ന വെള്ളത്തുള്ളിയാണെങ്കിലോ അത് ടാൻജൻഷ്യലായിട്ട് വെള്ളത്തുള്ളികൾ തിരിച്ചു പോകും. അല്ലെങ്കിൽ നമ്മൾ ടയറിനകത്ത് ചെളി പറ്റി, ആ ചെളിയാണെങ്കിൽ ടയർ കറങ്ങുമ്പോൾ ചെളി എന്ത് ചെയ്യും? ഇങ്ങനെയല്ലേ തിരിക്കുന്നത്. അതായത് ആ ഓരോ പാർട്ടിക്കിളിൻ്റെയും വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങനെയാണ്? വ്യത്യസ്തമാണ്. ഒരു വെലോസിറ്റി ഇങ്ങോട്ടാണ്, മറ്റേ വെലോസിറ്റി ഇങ്ങോട്ടാണ്, ഇവിടെ വെലോസിറ്റി ഇങ്ങോട്ടാണ്. അപ്പോൾ ആര് സെയിം ആണ്? യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ സ്പീഡ് സെയിം ആണ്, അതിൻ്റെ വെലോസിറ്റി സെയിം ആണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. വെലോസിറ്റി എന്നല്ല, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. പക്ഷെ ആര് സെയിം അല്ല? ഡയറക്ഷൻ സെയിം അല്ല. അപ്പോൾ ആര് സെയിം ആയിരിക്കത്തില്ല? വെലോസിറ്റി സെയിം ആയിരിക്കുമോ? അല്ല. അങ്ങനെയെങ്കിൽ യൂണിഫോം മോഷൻ ആണോ ഇത്? അല്ല. സോ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിനെ ഒരു യൂണിഫോം മോഷനായിട്ട് ട്രീറ്റ് ചെയ്യാൻ കഴിയത്തില്ല. കാര്യം വെലോസിറ്റി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നെങ്കിൽ എന്തുണ്ടാവും? അതിന് ആക്സിലറേഷൻ ഉണ്ടാവും. ഉണ്ടോ? വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവുന്നെങ്കിൽ ഉറപ്പായിട്ടും ആക്സിലറേഷൻ ഉണ്ട്. കുഞ്ഞുങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, വെലോസിറ്റി മാറുന്നെങ്കിൽ, ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടെങ്കിൽ ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ വെലോസിറ്റി ഇങ്ങോട്ടായിരുന്നു, വെലോസിറ്റി ചേഞ്ചായി ഇങ്ങോട്ടായി. അപ്പോൾ ആരോ പിടിച്ചുകൊണ്ട് വലിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് പോയ പാർട്ടിക്കിളിനെ, ഇങ്ങോട്ട് പോകേണ്ട പാർട്ടിക്കിളിനെ ഇങ്ങോട്ട് പിടിച്ച് വലിച്ചിട്ടുണ്ട്. ആരാ ഇങ്ങോട്ട് പിടിച്ച് വലിച്ചേ? സെൻറ്ററിലോട്ട് ഒരു ആക്സലറേഷൻ ഉണ്ട്, ഒരു ഫോഴ്സ് ഉണ്ട്. കറങ്ങുന്ന വസ്തുക്കളുടെ സെൻറ്ററിലേക്ക് എന്തുണ്ട്? ഒരു ആക്സലറേഷൻ ഉണ്ട്. നമ്മൾ ആക്സലറേഷനെ പറ്റിയൊക്കെ വീണ്ടും പഠിക്കും. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ന് പറയും. സോ ഈ ആക്സലറേഷൻ കൊണ്ട് വെലോസിറ്റി എന്ത് ചെയ്യും? ഇങ്ങനെ ചരിഞ്ഞ് പോകും. വെലോസിറ്റി ഡയറക്ഷൻ സെയിം ആണോ? അല്ല. കണ്ടോ? ഡയറക്ഷൻ എന്ത് ചെയ്യും? മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കാം, പക്ഷേ ഡയറക്ഷൻ ഒരിക്കലും സെയിം ആകത്തില്ല. അതിന് കാരണം എന്താണ്? കറങ്ങുന്ന വസ്തുവിന് സെൻറ്ററിലേക്ക് എന്തുണ്ട്? ആക്സലറേഷൻ ഉണ്ട്. സോ യൂണിഫോം മോഷൻ ആണോ? അല്ല, അതിന് ആക്സലറേഷൻ ഉണ്ട്. ഇത്രയും കാര്യം മനസ്സിലായോ? സോ നമുക്ക് മനസ്സിലായി എന്താണ് യൂണിഫോം മോഷൻ. സോ ഇവിടെ ആര് സെയിം ആണ്? സ്പീഡ് സെയിം ആണ്. കണ്ടോ? സർക്കുലാർ മോഷൻ ആര് സെയിം ആണ്? സ്പീഡ് സെയിം ആണ്. പക്ഷെ ആര് സെയിം അല്ല? വെലോസിറ്റി സെയിം അല്ല. വെലോസിറ്റി സെയിം അല്ല. ആര് സെയിം ആണ്?
യൂണിഫോം സർക്കുലർ മോഷൻ, ഒരു വസ്തു ഇങ്ങനെ കിടന്ന് ഒരേ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് സെയിം ആണ്, സ്പീഡ് യൂണിഫോം ആണ്. പക്ഷെ ആര് യൂണിഫോം ആയിരിക്കത്തില്ല? വെലോസിറ്റി യൂണിഫോം ആയിരിക്കത്തില്ല. അപ്പോൾ ഏത് യൂണിഫോം സ്പീഡും യൂണിഫോം വെലോസിറ്റി ആയിട്ട് മാറുമോ? ഇല്ല. പക്ഷേ എല്ലാ യൂണിഫോം വെലോസിറ്റി എന്തായിട്ടായിരിക്കും? യൂണിഫോം സ്പീഡായിരിക്കും. ഒരു കാറാണെങ്കിൽ ഒരേ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നേർരേഖയിൽ, അതിന് യൂണിഫോം സ്പീഡാണ്, ഒരേ സ്പീഡാണ്, ഒരേ വേഗതയാണ്, അല്ലേ? ഒരേ വെലോസിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് യൂണിഫോം വെലോസിറ്റി, യൂണിഫോം മോഷൻ എന്താണ്. TELLA, we simplify learning. For +1, +2, NEET and JEE. Download the app now. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചതുകൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പ്രയാസമാകുമോ എന്ന ഡൗട്ട് ഇനി വേണ്ട. നിങ്ങൾക്കൊപ്പമുണ്ട് ടെല്ല ക്ലാസ്സസ്. ജോയിൻ ചെയ്യൂ ടെല്ലയുടെ മാസ്റ്റർ പ്രോഗ്രാമിൽ. നീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യൂ വെറും 40 ആഴ്ചകൾ കൊണ്ട്. ബെസ്റ്റ് സ്ട്രാറ്റജിക് ടൈം ടേബിൾ, കേരളത്തിലെ തന്നെ മികച്ച എക്സ്പീരിയൻസ് ടീച്ചർമാരുടെ ലൈവ് ക്ലാസുകൾ, NCERT സിലബസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ ക്ലാസുകൾ, റിവിഷൻ ക്ലാസുകൾ, ഡീറ്റെയിൽ സൊല്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, ഡെയിലി പ്രാക്ടീസ് സെഷനുകൾ, ലൈവ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് അടക്കം നിങ്ങളെ നീറ്റ് ചാലഞ്ച് ഈസിയായി ഫേസ് ചെയ്യാൻ തയ്യാറാക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ വെറും 12,500 രൂപയ്ക്ക്. ഉയർന്ന കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും ഇനി നിങ്ങളുടെ നീറ്റ് സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല. എൻട്രൻസ് കോച്ചിംഗ് മേഖലയിലെ സാമ്പത്തിക അസമത്വം മറികടന്നുകൊണ്ട് നീറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇനി ലേറ്റ് ആക്കണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ചാപ്റ്ററുകൾ ചെക്ക് ചെയ്തോളൂ. TELLA, we simplify learning.